Dear students, Neet Entrance Examile Electric Field and Charges എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് തുടങ്ങി 14 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓർക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ബ്രെയിൻഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യ ഭാഗത്തിൽ നിന്ന് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ 33 വർഷത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ അറൗണ്ട് 1 മുതൽ 2 ക്വസ്റ്റ്യൻസ് വരെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 15. An electron falls from rest through a vertical distance h in a uniform and vertically upward direction electric field E. So ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത് ഒരു വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് ട്രാവൽ ചെയ്യുന്നു എന്നാണ്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ആയിട്ടാണ്. സോ ആൻ ഇലക്ട്രോൺ ഈസ് ഫാളിങ്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് മൈനസ് ഈ ചാർജാണുള്ളത്. അത് എച്ച് ട്രാവൽ ചെയ്യുന്നു. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആസ്പെക്റ്റ് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് അട്രാക്റ്റഡ്. സോ ഒരു ആക്സലറേറ്റഡ് ആയിട്ടുള്ള ഒരു മോഷനാണ് നമ്മുടെ ഇലക്ട്രോണിന് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അടുത്ത് പറയുന്നത് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നൗ റിവേഴ്സ്ഡ്. സോ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ആയിട്ട് മാറുന്നു. A proton is allowed to fall from the rest in it through the same vertical distance h. അപ്പോൾ ഓർക്കേണ്ടത് പ്രോട്ടോൺ ആണ്, അതിന് പോസിറ്റീവ് പ്ലസ് ഇ ആണ് ചാർജ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് +2 മൈനസ് ആണ്. അപ്പം സെയിം എച്ച് ഡിസ്റ്റൻസ് ആണ് പ്രോട്ടോണിന്റെ മൂവ്മെന്റ്. പ്ലസ് ചാർജ് ആയതുകൊണ്ട് നെഗറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. വീണ്ടും അതൊരു ആക്സലറേറ്റഡ് മോഷൻ ആയിട്ട് മാറുകയാണ്. The time of fall of electron in comparison to the time of fall of proton is. സോ അവിടെ എച്ച് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസിനും സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വൺ ഡൈമെൻഷണൽ റിലേഷൻ യൂസ് ചെയ്താൽ വി ക്യാൻ റൈറ്റ് ആസ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ഇൻറ്റു ടി സ്ക്വയർ. അവിടെ ഫ്രീ ഫോൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി ബിക്കം 0. സോ വി ക്യാൻ സേ എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ദാറ്റ് ആക്സിലറേഷൻ ഇൻറ്റു ടി സ്ക്വയർ. ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡില് ക്യൂ എന്ന് പറയുന്ന ചാർജുമായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ വി ക്യാൻ റൈറ്റ് ആസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കിട്ടുന്ന ആക്സിലറേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചാൽ എ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ഡിവിഷൻ ബൈ എം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്കിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആസ് ഹാഫ് ഇൻറ്റു ക്യൂ ഇ ബൈ എം ഇൻറ്റു ടി സ്ക്വയർ. സോ നമുക്ക് സമയമായിട്ടുള്ള കൺസെപ്റ്റാണ് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടത്. സോ വി ക്യാൻ റൈറ്റ് ദ റിലേഷൻ ഫോർ ടി സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2mh division by QE. So the time of fall is proportional to as the root of 2mh division by Q into E. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് കേസസിലും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഒരേ ഫോൾ ഓഫ് ഹൈറ്റ് ആണ്, ഒരേ ചാർജ് ആണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും ടൈം എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ദ മാസ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിന്റെ മാസിന്റെയും പ്രോട്ടോണിന്റെ മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അവിടെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് ലെസ് ആണ് കമ്പയർഡ് ടു ദ പ്രോട്ടോൺ മാസ്. So here we can say the time of fall of the electron in comparison to the time of fall of the proton is smaller. So we can say A as the answer for the problem. So we can move with the next question, number 16. A good question is waiting. Look, one dimensional motionുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആസ്പെക്റ്റ് ആണ്. A toy car with a charge Q moves on a frictionless horizontal plane surface under the influence of a uniform electric field E. Due to the force of QE, its velocity increases from 0 to 6 meter per second in 1 second.
സോ ഫസ്റ്റ് സെക്കൻഡ് കൺസിഡർ ചെയ്യുമ്പോൾ അവന്റെ സ്പീഡ് 0-ൽ നിന്ന് 6 മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറുന്നു. At that instant, the direction of the field is reversed and the car continues moves for 2 more seconds under the influence of this field. The average velocity and average speed of the toy car between 0 to 3 seconds are respectively. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ആദ്യ കൺസെപ്റ്റ് പറയുന്നത് നോക്കൂ, 0 to 6 മീറ്റർ പെർ സെക്കൻഡ് ആദ്യത്തെ 1 സെക്കൻഡിൽ അത് മൂവ് ചെയ്യുന്നു എന്നാണ് പറയുക. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാക്കേണ്ട 1-2 കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആ ടോയ് കാറിന് ചാർജ് Q ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇനിഷ്യലി അവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അത് 1 സെക്കൻഡ് ടൈം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് V2 ആയി മാറി. ദാറ്റ് ഈസ് 6 മീറ്റർ പെർ സെക്കൻഡ്. ഉറപ്പായിട്ട് അവനൊരു ആക്സിലറേഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം. സോ ആക്സിലറേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. as V2 minus V1 division by time interval ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 0. സോ 6 by 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അടുത്ത് അപ്പോൾ ഇവന് ഈ ഒരു മൊമെന്റ് ആകുമ്പോൾ സ്വാഭാവികപരമായിട്ടും ഇലക്ട്രിക് ഫീൽഡ് റിവേഴ്സ് ചെയ്യുന്നു എന്നാണ് പറയാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് റിവേഴ്സ് ചെയ്യുമ്പോൾ ഇവനൊരു Q എന്ന് പറയുന്ന ഒരു ചാർജ് അവനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്കറിയാം ഇത് പ്ലസ് സൈൻ ആണ്, ഇത് മൈനസ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ചാർജിനൊരു റിപ്പൾഷൻ ആക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവന്റെ മോഷൻ ഡീസലറേഷനായി മാറുന്നു. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഈ ചാർജിന് ഗോയിങ് ടു റെസ്റ്റ് ആണ്. സോ അടുത്ത കൺസെപ്റ്റ്, ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ അവന്റെ വെലോസിറ്റി 0-ലേക്ക് എത്തുന്നു എന്നർത്ഥം. സോ ആ സമയം എത്രയാണെന്ന് നമുക്ക് വേണേൽ കണ്ടുപിടിക്കാം. സോ എങ്ങനെ? അപ്പോൾ ഇവന്റെ നമുക്കറിയാം ദ സെയിം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് അവന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് സെയിം ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ T2 സമയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? So we know that acceleration again is equal to V3 minus V2 division by അവിടുത്തെ സമയമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം as T2. സോ അങ്ങനെയാണെങ്കിൽ T2 എന്ന് പറയുന്നത് V3 0 ആയി മാറിയെന്ന് നമുക്കറിയാം. V2 എന്ന് പറയുന്നത് 6 ആണ്. നമുക്കറിയാം ഇവിടെ ഡീസലറേഷൻ ആയതുകൊണ്ട് ആക്സിലറേഷൻ 6 ആയിട്ട് എടുക്കാം. സോ എഗെയിൻ 1 സെക്കൻഡ് ഡ്യൂറേഷൻ നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ വഹിച്ചുകൊണ്ട് ടോയ് കാർ എത്തി എന്നാണ് അർത്ഥം. അപ്പോൾ അടുത്ത് പറയുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 സെക്കൻഡ് വരെയുള്ള മോഷനാണ്. ഇപ്പം നമ്മൾക്ക് ഡ്യൂറേഷൻ ഓഫ് 2 സെക്കൻഡ്സ് വരെയുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ തരത്തിലാകുമ്പോൾ അവൻ 1 സെക്കൻഡ് കൊണ്ട് എങ്ങോട്ട് ട്രാവൽ ചെയ്തു എന്നുള്ളത് ഉറപ്പായിട്ടും ഈ ഡയറക്ഷനിലായിരിക്കും അല്ലെ. അപ്പൊ ആ 1 സെക്കൻഡ് കൊണ്ട് ഈ ആക്സിലറേഷൻ കൊണ്ട് അവൻ ഗെയിൻ ചെയ്യുന്ന വെലോസിറ്റി എന്തെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് V4 is equal to നമ്മുടെ ഇനിഷ്യൽ ആയിട്ടുള്ള വെലോസിറ്റി പ്ലസ് ദാറ്റ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്നുള്ള കൺസെപ്റ്റ് എടുക്കാം. സോ V3 എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികപരമായിട്ടും നമുക്കിവിടെ 0 ആണ്. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ സോ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും 6 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അവൻ ഇവിടെ തന്നെ എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് നേരത്തെ ഈ ഒരു ഭാഗത്ത് ട്രാവൽ ചെയ്ത അതേ സമയമെടുത്ത് അതേ വെലോസിറ്റി അവൻ ഗെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ആദ്യത്തെ S1 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ്, അത് കഴിഞ്ഞിട്ട് S2 എന്ന് പറഞ്ഞ മറ്റൊരു ഡിസ്റ്റൻസ്, അത് കഴിഞ്ഞിട്ട് തിരിച്ച് ആ പാത്ത് റിവേഴ്സ് ആയിട്ട് S3 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഈ 3 ഡിസ്റ്റൻസുകൾ അവൻ ട്രാവൽ ചെയ്തു. അപ്പോൾ S1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളായിട്ട് S is equal to ut plus half at square അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 1 സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികപരമായിട്ടും S1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 മീറ്റർ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അവന്റെ ഇനിഷ്യൽ ആയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് S2-ൽ 6 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ S2 കണ്ടുപിടിക്കാം. എങ്ങനെ S2 നമുക്ക് എടുക്കാം? S2 എന്ന് പറയുന്നത് ഇനിഷ്യൽ ആയിട്ടുള്ള അവന്റെ വെലോസിറ്റി ദാറ്റ് ഈസ് V2 ആയിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർക്കുക അവിടെ ഡീസലറേഷൻ ആണ്. സോ ഹാഫ് ഇൻറ്റു ദാറ്റ്
ആക്സിലറേഷൻ ഇൻ ടു ദാറ്റ് ടൈം സ്ക്വയർ. അപ്പോൾ v2 എന്ന് പറയുന്നത് നമുക്കറിയാം 6 ആണ് അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് പറയുന്നത്. ആക്സിലറേഷൻ 6 ആണ്. ടൈം എന്ന് പറയുന്നത് 1 ആണ്. സോ 6 മൈനസ് 3 ആണ്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 3 മീറ്റർ ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് S2 എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് S3? നമുക്ക് S3 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? വീണ്ടും അവൻ്റെ ആ ഒരു കൺസെപ്റ്റിൽ ഇനിഷ്യൽ വെലോസിറ്റി ഇവിടെ 0 ആയിട്ട് മാറുകയാണ്. സോ S3 എന്ന് പറയുന്നത് 0 പ്ലസ് ദാറ്റ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു 1 സ്ക്വയർ, സോ ഈക്വൽ ടു 3. സോ നമുക്ക് എക്സാക്ട്ലി നമുക്ക് S1 is equal to 3 കിട്ടി, S2 equal to 3, S3 equal to 3. ഈ ഒരു തരത്തിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. പക്ഷേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, we have to find what is the average velocity. ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഡിവിഷൻ ബൈ ദ ടൈം ഇന്റർവൽ അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 3 അല്ലേ. അപ്പോൾ ഇത് മാത്രമാണ് അവനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്. സോ എക്സാക്ട്ലി 3 ആണ്. സോ 3 ഡിവിഷൻ ബൈ ടൈം എത്രയാണ്? 3. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്തായിട്ട് കിട്ടി? 1 മീറ്റർ പെർ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് സ്വാഭാവികപരമായിട്ടും ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവിഷൻ ബൈ ദാറ്റ് ടൈം ഇന്റർവൽ. ഇവിടെ എത്ര ഡിസ്റ്റൻസ് ആണ് ടോട്ടൽ ആയിട്ട് ട്രാവൽ ചെയ്തത്? 3 പ്ലസ് 3 പ്ലസ് 3. അപ്പൊ സ്വാഭാവികപരമായിട്ടും അത് എത്രയായിട്ട് മാറി? 9 by 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ്. സോ അവിടെ നമുക്ക് കിട്ടിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ്, 3 മീറ്റർ പെർ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. സോ വി ഗെറ്റ് B as the ആൻസർ. അപ്പോൾ ഓർക്കുക, നമ്മുടെ മോഷൻ ഇങ്ങനെയാണ്. ആദ്യം റെസ്റ്റിൽ നിന്ന് തുടങ്ങി, ഇലക്ട്രിക് ഫീൽഡ് കാരണം അത് ആക്സിലറേറ്റ് ചെയ്തു. പക്ഷേ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് റിവേഴ്സ് ആയി. സോ ഡീസലറേഷൻ ആയിട്ട് അവൻ പോയി റെസ്റ്റിലായി. പിന്നെ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം വീണ്ടും ട്രാവൽ ചെയ്ത് ഇവിടത്തേക്ക് എത്തി. ആ 3 കേസസ് 3ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. Then you get easily the answer. It's a very good question. So we can move with the question number 70. The electric dipole moment P is aligned parallel to a uniform electric field E. The energy required to rotate the dipole by 90 degree. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലേഷൻ, how much work we have to done to tilt a dipole from an angle theta 1 to theta 2. So that is a very important concept. So that work energy required or the work done എന്ന് പറയുന്നത് PE into cos theta 1 minus cos theta 2. So that is the very important one. So that is equal to, ഇവിടെ പറയുന്നത് അവന്റെ പാരലൽ കൺസെപ്റ്റ്. അപ്പോൾ തീറ്റ 1 എന്തായിട്ട് മാറി? 0 ആയി മാറി. ആൻഡ് തീറ്റ 2 ടു 90 ഡിഗ്രി ആണ്. സോ കോസ് 90. കോസ് 0 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? ഇറ്റ് ബിക്കംസ് 1 ആണ്. സോ കോസ് 90 എന്ന് പറയുന്നത് 0 ആയിട്ട് മാറി. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് P into E. സോ C as the choice. The third option ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുക. We can move with the question number 18. A simple question is waiting from 2012. An electric dipole moment P is placed in an electric field of intensity capital E. The dipole occurs at position such that the axis of the dipole makes an angle theta with the direction of the field. Assuming that the potential energy of the dipole to be 0 when theta equal to 90 degree, the torque and the potential energy of the dipole will respectively. സാധാരണ നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന ഒരു കൺസെപ്റ്റാണ്. തീറ്റ ആംഗിളിലാണ് കറസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ ദ ടോർക്ക് എന്ന് പറയുന്നത് PE സൈൻ തീറ്റ ആയിരിക്കുമെന്ന് നമുക്കറിയാം. അതോടൊപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു ആംഗിളിൽ നിന്ന് മറ്റേ ആംഗിളിലേക്ക് മാറുമ്പോൾ ഇറ്റ് ഈസ് PE ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഓർക്കണേ, എപ്പോഴും ഓർത്തിരിക്കേണ്ടത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു അലൈൻമെന്റിൽ നിന്ന് തീറ്റ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്കുള്ള ടിൽറ്റ് ചെയ്യാൻ എന്തുമാത്രം വർക്ക് ചെയ്യണോ, ദാറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ദ വർക്ക് ഡൺ. സോ വർക്ക് ഡൺ ബിക്കം അല്ലെങ്കിൽ ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത്
PE into the initial angle എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. സോ cos 90 മൈനസ് cos θ2. സോ cos θ2 എന്ന് പറയുന്നത് തീറ്റ ആയിട്ട് എടുക്കാം. സോ we get the answer as is equal to minus PE cos theta. So that is called as the potential energy. അങ്ങനെ വരുമ്പോൾ we get the answer as the yes choice. So we can move with the question number 19. The electric potential V at any point x, y, z, all in meters in space, is given by V equal to 4x square volt. The electric field at the point 102 in volt per meter is. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണെന്നറിയാം. അപ്പോൾ അതിന് മസ്റ്റ് ആയിട്ട് 3 കമ്പോണന്റുകൾ ഉണ്ടാവും. സോ ഇ എക്സ് ഐ പ്ലസ് ഇ വൈ ജെ പ്ലസ് ഇ ഇസഡ് കെ. അപ്പോൾ അവനെ നമുക്ക് ഗ്രേഡിയന്റിന്റെ രൂപത്തിലേക്ക് എഴുതുകയാണെങ്കിൽ ഓർക്കുക, മൈനസ് ഡി വി ബൈ ഡി എക്സ് ഐ മൈനസ് ഡി വി ബൈ ഡി വൈ ജെ മൈനസ് ഡി വി ബൈ ഡി സെഡ് കെ. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ 3 കമ്പോണന്റുകളും ഓർത്തിരിക്കുക. സി ഇവിടെ ദ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പറയാം ഐ കമ്പോണന്റ് മാത്രമേ അവനുള്ളൂ എന്നുള്ള കാര്യം ഓർക്കാം. സോ അറ്റ് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം അവൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്. സ്വാഭാവികപരമായിട്ടും അത് 8x ആയിട്ട് മാറുന്നു. നമുക്ക് വേണ്ടത് ഇ എക്സ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് മൈനസ് ഡി വി ബൈ ഡി എക്സ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 8x ആയിട്ട് മാറുന്നു. അപ്പോൾ അത് ഐ കമ്പോണന്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുതേ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറ്റ് ദ പോയിന്റ് പി ദാറ്റ് ഈസ് 102. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് 1 ആയി മാറുമ്പോൾ that is Ex is equal to minus 8. So that is a very important one. That is minus 8 along the x-axis. That means negative x-axis, and hence we get the answer as simply D as the choice. So we can move with the question number 20. So here the electric field at a distance 3r by 2 from the center of a charged conducting spherical shell of radius r is capital E. The electric field at a distance r by 2 from the center of the sphere is. So that is a very important concept. So ഇതൊരു സ്പിയർ ആണെങ്കിൽ ഇവിടെ കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെൽ എന്നാണ് നമ്മൾ പറയുക. അവിടെ r/2 ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? സോ അവിടെ ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ദ സെപ്പറേഷൻ നമ്മളൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഓർമ്മയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇൻസൈഡ് ആയിട്ടുള്ള ആ പോയിന്റ് ഉൾപ്പെടെ കൺസിഡർ ചെയ്യുന്ന ഗേഷ്യൻ സർഫസിനകത്ത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ആബ്സെൻസ് ഉള്ളത് കൊണ്ട് നമുക്കറിയാം ഒരു കണ്ടക്ടിങ് സ്പിയർ എടുത്താലും സ്പെറിക്കൽ ഷെൽ എടുത്താലും ദ ചാർജസ് ആർ റിസൈഡ്സ് ഓൺ ഇറ്റ്സ് സർഫസ്. അതുകൊണ്ട് തന്നെ വെൽ ഇൻസൈഡ് ആയിട്ടുള്ള ഏത് പോയിന്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇറ്റ് ഗോട്ട് ദ മാക്സിമം വാല്യൂ ഓൺ ഇറ്റ്സ് സർഫസ്. അതിൻ്റെ 2 സൈഡിലും നമ്മളുടെ സാധാരണ രൂപത്തിലുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഇൻറ്റു Q ഡിവിഷൻ ബൈ ആർ സ്ക്വയർ. That means E proportional to 1 by r square. So it decreases like this one. So this is the variation. So at any point inside we can say its value becomes 0. That means B as the answer. We can move with the question number 21. The mean free path of electrons in a metal is 4 into 10 to the power of minus 8. The electric field which can give on an average 2 electron energy to an electron in the metal will be in units of volt per meter. So mean free path ആണ് നമുക്ക് തന്നിരിക്കുന്നത് as 4 into 10 to the power of minus 8 meter. അപ്പോൾ അവിടെ ഒരു ഇതിന് കൊടുത്തിരിക്കുന്ന എനർജി നമുക്ക് തന്നിരിക്കുന്നത് 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്.
നമുക്കറിയാം ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൽ വി എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണെങ്കിൽ ചെയ്യുന്ന വർക്ക് നമുക്കറിയാം. എനർജി എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ആയിട്ട് പറയാം. ദാറ്റ് ഈസ് ഗിവൻ ആസ് 2 ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട്. നമുക്കറിയാം ഇവിടെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണെന്ന് നമുക്കറിയാം. സോ ഈ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഉറപ്പിച്ച് 2 വോൾട്ട് ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നമുക്കറിയാം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് എനർജിയാണ്, മറന്നു പോകരുത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് അറിയാം, പൊട്ടൻഷ്യൽ ഡിവിഷൻ ബൈ സെപ്പറേഷൻ ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവിഷൻ ബൈ ഹിയർ ദ മീൻ ഫ്രീ പാത്ത് വാല്യൂ എന്ന് പറയുന്നത് 4 × 10 to the power of 8. So that is equal to 0.5 × 10 to the power of 8. So that is equal to 5 × 10 to the power of 7. That much volt per meter. So we can quote the third choice as the answer. So we can move with the question number 22. A thin conducting ring of radius r is given a charge plus q. The electric field at the center O of the ring due to the charge on the part AKB of the ring is E. The electric field at the center due to the charge on the part ACDB. So that is we needed to consider. See, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, what is the electric field at the point O due to the total one? അവിടെ ടോട്ടൽ ആയിട്ട് പ്ലസ് ക്യൂ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അല്ലേ. വാട്ട് ഈസ് ദ ടോട്ടൽ വാല്യൂ അറ്റ് ദ പോയിന്റ് O? ഇറ്റ് മസ്റ്റ് ബി 0. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് വൺ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് AKBയിലുള്ള ചാർജസ് കാരണം ഓയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും. അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് ക്യാപിറ്റൽ E ആണ്. നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ ഓയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനെ റിപ്പൽ ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയാം. ദാറ്റ് മീൻസ് ദിസ് ഈസ് ദ കൺസെപ്റ്റ് ആസ് E. അപ്പോൾ സ്വാഭാവികപരമായിട്ടും റിപ്പൾഷൻ ഈസ് ദെയർ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ACDBയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം? നമുക്കറിയാം നെറ്റ് വാല്യൂ 0 ആകണമെങ്കിൽ ഈ മൂന്നിൻ്റെയും കൂടെ കോൺട്രിബ്യൂഷൻ, ക്വാഡ്രൻസുകളുടെ കോൺട്രിബ്യൂഷൻ ഇതിനെ ഇല്ലാതാക്കുന്നതാകണ്ടേ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, ഈ ഭാഗവും ഇതിൻ്റെയും നെറ്റ് വാല്യൂ ആണ്, അവർ രണ്ടുപേരും ക്യാൻസൽ ആവും. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഈ ഒരു ക്വാഡ്രന്റിന്റെ വാല്യൂ ഈ ഇങ്ങോട്ടാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കണം നമ്മുടെ കോൺട്രിബ്യൂഷൻ ഫ്രം ACDBയുടെ എന്ന് വെച്ചാൽ നെറ്റ് എഫക്റ്റ് CD-യുടെ കോൺട്രിബ്യൂഷൻ അത് ഉറപ്പായിട്ടും OKയുടെ ഡയറക്ഷനിൽ. അപ്പോൾ ഈ along OK. So that is answer. So 22ാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് B എന്ന് പറയുന്ന ചോയ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. So we can move with the question number 23. 3 charges plus Q, minus Q and plus Q are placed at a point X is equal to 0, Y equal to A and Z is equal to 0. X is equal to 0, Y 0, Z 0. A 0, 0 respectively. The magnitude and direction of the dipole moment vector of this charge assembly is. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മളുടെ കോർഡിനേറ്റ് ആക്സിസ് ആണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ആ 3 പോയിന്റ്സിൻ്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലെടുക്കുക. അപ്പോൾ ആദ്യം പറയുന്നത് X is equal to 0 ആണ്, Z 0 ആണ്, സോ Y is equal to A. അപ്പോൾ Y എന്ന് ഈക്വൽ ടു A എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മുടെ പ്ലസ് Q ചാർജ് ഇരിക്കുകയാണ്. മൈനസ് Q ഇരിക്കുന്നത് ദാറ്റ് X is equal to 0, Y is equal to 0, so this is the location as minus Q. ആൻഡ് X is equal to A എന്ന് പറയുന്ന പൊസിഷനിലാണ് നമ്മുടെ അടുത്ത ചാർജ് ഇരിക്കുക. ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൊമെന്റിന്റെ നമ്മുടെ നെറ്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ, മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്കായിരിക്കും അതിൻ്റെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. നമുക്കതിനെ P1 എന്ന് കൊടുക്കാം. ഒരേ ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് P1ഉം നമ്മുടെ P2വിൻ്റെയും വാല്യൂ, നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് സിമ്പിളാണ്, സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു P2 ആയിരിക്കും. എന്ന് പറയുമ്പോൾ അതിൻ്റെ ചാർജ് ഇൻറ്റു ദ സെപ്പറേഷൻ എന്ന് ഇവിടെ പറയുന്നത് നമുക്ക് A ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്കങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം.
അപ്പോൾ രണ്ട് ഡൈപോൾ മൊമെന്റ്സ് അവ വെക്ടർ ആയതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കൺസെപ്റ്റ് മറന്നു പോകരുത്. സോ നമ്മുടെ പാരലോഗ്രാമിന്റെ വെക്ടർ അഡീഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയും. ഇപ്പൊ നമ്മളുടെ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ പി എന്ന് പറയുന്നത് as is equal to root of as a p1 square plus a p2 square. So that is equal to root of p square plus a p square. So that is equal to root to p. So that is a very important ആയിട്ടുള്ള കൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ക്യൂ ഇൻറ്റു അവയുടെ സെപ്പറേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ നമുക്കെടുത്താൽ ദാറ്റ് ക്യൂ ഇൻറ്റു എ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും നമുക്കറിയാം. ഇതിൻ്റെ ലെങ്തും സെയിം ആയതുകൊണ്ട് തന്നെ ബൈസെക്ടർ എന്നുള്ള ഒരു പോയിന്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് along the line joining the points ആയിരിക്കും. So we get the answer as the first choice, root 2QA along the line joining the points. So that is a very important one. So 23 ആണ് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. We can move with the question number 24. The electric intensity due to a dipole of length 10 cm and having a charge of 500 microcoulomb at a point on the axis at a distance 20 cm from one of the charges in A. ഒരു പർട്ടിക്കുലർ ആക്സിസിലേക്കാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ആക്സിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊരു ഡൈപോൾ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുത്താൽ ഇവിടെ -q ആണ്, ഇവിടെ +q ആണ്. അവ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിട്ടാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ ഫൈൻ. സോ ഇത് ബേസ് ചെയ്തിട്ട് അടുത്ത കൺസെപ്റ്റ് നമ്മളോട് പറയുന്നത് ലുക്ക് വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ. അപ്പോൾ ഇത് ഒരല്പം കൂടുതലാണ് +qയിൽ നിന്ന് ഒരു 20 സെന്റിമീറ്റർ അകലെയുള്ള പോയിന്റിലുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരണം, നമ്മൾ ഇത് ഈ സെപ്പറേഷനെ ഡെറിവേഷനിലെല്ലാം 12 ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ആ വാല്യൂ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അതോടൊപ്പം തന്നെ മിഡിൽ പോയിന്റ് നിന്ന് നമ്മുടെ ആക്സിയൽ ഡിസ്റ്റൻസ് വരെയുള്ള അകലം അതാണ് നമ്മൾ സാധാരണ 6 ആയിട്ട് പറയുന്നത്. ഇവിടെ 20 + 5 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. സോ 25 സെൻറ്റിമീറ്റർ ആണ് 6 ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഈ ആക്സിയൽ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു 2PR. പി മറക്കരുത്, ഡൈപോൾ മൊമെന്റ് ആണ്. സോ r² മൈനസ് L² ദ ഹോൾ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട റിലേഷൻ. ഇനി നമുക്ക് ആ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം അതേപടി നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻9 ഇൻറ്റു 2 ഇൻറ്റു പി. പി എന്ന് പറയുമ്പോൾ എന്താണ്? ചാർജ് ഇൻറ്റു സെപ്പറേഷൻ അല്ലേ. ചാർജ് എന്ന് പറയുന്നത് ഇവിടെ 500. സോ 5 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു അവ തമ്മിലുള്ള 12 ഈസ് 0.1 that much into the separation. സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ 6 ആണ്, അത് 0.25 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂ. ദ ഡിവിഷൻ ബൈ r². സോ ദാറ്റ് ഈസ് 0.25² മൈനസ് L എന്ന് പറയുമ്പോൾ ഓർക്കണേ 2L ആണ് നമുക്ക് 10 എന്ന് പറയുന്നത്. അപ്പോൾ L എന്ന് പറയുന്നത് 0.05² ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 0.25 ഇൻറ്റു 10⁵. So that is by division by 0.06 the whole square. That is equal to 6.25 into 10⁻⁷. That much Newton per coulomb. So that is very important. We get the answer, the first choice A. So we can move with the next question, number 25. If a dipole moment P is placed on a uniform electric field capital E, then the torque acting on it is given by, so simply we know the torque is P cross E. So we can move with the next one. A semicircular arc of radius A is charged uniformly and the charge per unit length is given by as lambda. The electric field at the center of this arc is, so that's a question. അപ്പോൾ നമുക്കൊരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ആർക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഓക്കെ ഫൈൻ. സി അവിടെ Q എന്ന് പറയുന്ന ഒരു ചാർജ് യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്.
അത് ചാർജ് ഡിവിഷൻ ബൈ അതിൻ്റെ ലെങ്ത് എന്നുള്ള കൺസെപ്റ്റ് ലാംഡയായിട്ടാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് സെൻറ്റർ എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് സാമ്പിളായിട്ട് ഒരു ചെറിയ ഒരു എലിമെൻ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് ലേബിൾഡ് ആസ് ഡി എക്സ്. അതിലുള്ള ചാർജ് ഡി ക്യു ആണെന്നിരിക്കട്ടെ. സോ സിമ്പിളായിട്ട് അത് സബ്ടെൻഡ് ചെയ്യപ്പെടുന്ന ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ എന്ന് പറയുന്നത് ഡി തീറ്റയാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡി ക്യുവിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ആ ഡി ഇയുടെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്താൽ കെ ഇൻറ്റു ചാർജ് ഡി ക്യു ആണ്. അപ്പോൾ നമുക്ക് ലാംഡ എന്ന് പറയുന്നത് അവൻ്റെ ചാർജ് ഡിവിഷൻ ബൈ അവൻ്റെ ലെങ്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഡി ക്യു എന്ന് പറയുന്നത് നമുക്ക് ലാംഡ ഇൻറ്റു ഡി എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അത് നമ്മുടെ സെൻറ്ററുമായിട്ടുള്ള സെപ്പറേഷൻ റേഡിയസ് ആയിട്ട് എടുത്താൽ എ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഈ ഡി എ നമുക്ക് രണ്ട് കമ്പോണൻറ്റുകളായിട്ട് മുറിക്കാം. മുറിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇവനെ നമ്മൾ തീറ്റയായിട്ടൊന്ന് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഡി കോസ് തീറ്റയായിട്ട് മാറുന്നു. ഇവിടെ നമുക്ക് ഡി സൈൻ തീറ്റയായിട്ട് വരുന്നു. അപ്പോൾ ഇതിൻ്റെ റെപ്ലിക്കയായിട്ട് ഇവിടെ ഒരു ഡി എക്സ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അത് സ്വാഭാവികപരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ്, അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ് ഇങ്ങനെ വരികയും അതിനെ രണ്ട് കമ്പോണൻറ്റുകളായിട്ട് മുറിക്കുമ്പോൾ ഈ സൈൻ കമ്പോണൻറ്റ്സ് 0 ആയി മാറുന്നു, ക്യാൻസലായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ്, ആ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആംഗിൾ ബേസ് ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. സോ നമ്മൾ ഈ പോയിന്റ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പറയാം -5 to +5/2 എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. -5/2 to +5/2. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ആംഗിളിലേക്ക് മാറ്റുന്ന കാര്യം ഓർക്കണം. സോ ഹിയർ ഡിയുടെ ടോട്ടൽ വാല്യൂസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഓർക്കണേ ഡി കോസ് തീറ്റയുടെ ടോട്ടൽ വാല്യൂ ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലായിട്ട് എഴുതിയാൽ സോ ഇൻ്റഗ്രൽ -5/2 to +5/2 k ഇൻറ്റു ലാംഡ ബൈ എ സ്ക്വയർ ഇൻറ്റു ഓർമ്മയിരിക്കട്ടെ, നമ്മൾ സിമ്പിളായിട്ട് ഡി എക്സിനെ ആംഗിളിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇവിടുത്തെ ഡി തീറ്റ നമ്മൾ കൺസിഡർ ചെയ്താൽ ആർക്ക് ഡിവിഷൻ ബൈ ദാറ്റ് റേഡിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഡി എക്സിന് പകരം ആർ ഡി തീറ്റ ഇൻറ്റു ദാറ്റ് കോസ് തീറ്റ ആയിട്ട് നമുക്ക് എടുക്കാം. സോ നമുക്കിനി അവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. സോ ദാറ്റ് ഇൻറ്റു ദാറ്റ് ആർ എന്ന് പറയുന്നത് റേഡിയസ് ഇവിടെ എ ആണ്. സോ ഒരു എയും അപ്പോൾ ഇവിടെ കെ ലാംഡ ബൈ എ ഇൻറ്റു ഇൻ്റഗ്രൽ -5/2 to +5/2 ഓഫ് കോസ് തീറ്റ ഡി തീറ്റ ആയിട്ട് നമുക്ക് കിട്ടി. സോ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോസിൻ്റെ ഇൻ്റഗ്രൽ വരുമ്പോൾ അത് സൈൻ തീറ്റ ആയിട്ട് മാറുന്നു ഇൻ ബിറ്റ്വീൻ ദ വാല്യൂ -5/2 to +5/2. അപ്പം സൈൻ 90 ആണ്. അപ്പോൾ 1 വരുന്നു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ 1 - -1. അപ്പോൾ അത് ഉറപ്പായിട്ടും 2 വാല്യൂ ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. സോ കെ ദാറ്റ് ഈസ് 1/4πε0 ലാംഡ ഡിവിഷൻ ബൈ എ ഇൻറ്റു 2 എന്ന് നമുക്ക് കിട്ടുന്നു. സോ ഒരു 2ഉം 2ഉം ക്യാൻസലായി കഴിഞ്ഞാൽ ലാംഡ ഡിവിഷൻ ബൈ 2πε0 ഇൻറ്റു റേഡിയസ്. സോ ദിസ് ഈസ് എ ഗുഡ് മെത്തേഡ്. ഇത് പല ക്വസ്റ്റ്യനുകളിലും ആവർത്തിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്, ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ആ ലിമിറ്റ് എടുക്കുന്നതിലും ഇക്വേഷൻ എടുക്കുന്നതിലും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ നമ്മുടെ യെല്ലോ കൊണ്ട് എഴുതിയ സ്റ്റെപ്പിലെ വ്യത്യാസം ഓർക്കണേ, അതൊരു ചെറിയ എലിമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ടോട്ടൽ എടുക്കാൻ വേണ്ടി ഇൻ്റഗ്രൽ ഡി കോസ് തീറ്റ എടുക്കണം. ആ ഒരു പോയിന്റ് മറന്നു പോകരുത്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 27. എ ഹോളോ insulated conduction sphere is given a positive charge of 10 microcoulomb. What will be the electric field at the center of a sphere if its radius is 2 meters? So that is the question. അപ്പോൾ ഒരു ഹോളോ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ നമുക്കറിയാം
നേരത്തെ നമ്മൾ ഗ്രാഫ് വരച്ച മാതിരി the charges are on its surface. സോ നമ്മൾ ഏത് ഗേഷ്യൻ സർഫസ് എടുത്താലും അതിനുള്ളിൽ ചാർജസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സെൻറ്ററിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. So we can move with the question number 25. A point Q, it is not the charge. A point Q lies on the perpendicular bisector of an electric dipole of dipole moment P. If the distance of that point from the dipole is r, which is much larger than the size of the dipole, അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം that is a short dipole. അങ്ങനെയാണെങ്കിൽ the electric field on the perpendicular bisector, so ഇത് മൈനസ് ക്യൂ ഇത് പ്ലസ് ക്യൂ, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടുള്ള ഒരു പോയിന്റിലെ ആ സെപ്പറേഷൻ r ആണെങ്കിൽ നമുക്കറിയാം ഈ ബൈസെക്ടർ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു ദാറ്റ് പി ഡിവിഷൻ ബൈ ദാറ്റ് സെപ്പറേഷൻ ക്യൂബ്. സോ ഇതാണ് നമ്മുടെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ അവിടെ നമുക്ക് പറയാം ഈ വാല്യൂ ഇസ് പ്രൊപ്പോർഷണൽ ടു പി ആൻഡ് പ്രൊപ്പോർഷണൽ ടു r റൈസ് ടു -3. സോ അത് ബേസ് ചെയ്ത് വി ക്യാൻ കോട്ട് ദ ആൻസർ ആസ് ഡി ചോയ്സ്. So we can move with the question number 29. From a point charge, there is a fixed point A. There is an electric field of 500 volt per meter and a potential difference of 3000. The distance between the point charge and A is. അപ്പോൾ ഇതൊരു ചാർജ് ആണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എ ആണ്, അറ്റ് സെപ്പറേഷൻ r ആണെങ്കിൽ പോയിന്റ് ചാർജ് ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം k ഇൻറ്റു ദാറ്റ് ചാർജ് ഡിവിഷൻ ബൈ ദ സെപ്പറേഷൻ സ്ക്വയർ. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്നത് നമുക്കറിയാം കെ ക്യൂ ഡിവിഷൻ ബൈ ആർ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും നമുക്ക് കെ ക്യൂ ബൈ ആർ സ്ക്വയറിൽ നിന്ന് കെ ക്യൂ ബൈ ആർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ദാറ്റ് ഡിവിഷൻ ബൈ ആർ ആയിട്ട് എടുത്താൽ സിമ്പിൾ ആയിട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആർ ഈക്വൽ ടു വി ഡിവിഷൻ ബൈ ഇ ആയിട്ട് എടുക്കാം. ദാറ്റ് മീൻസ് 3000 division by that 500. So we get the value as is equal to 6 meter. That means A as the choice. So we can move with the question number 30. The intensity of electric field E depends on distance r due to a dipole is related as. So we can say that the electric field for axial line or perpendicular bisector ഏത് പോയിന്റ് എടുത്താലും that is proportional to 1/r cube. So that is very important. So we can take C as the answer. So dear students, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ചാർജസിൻ്റെ അനദർ 16 ക്വസ്റ്റ്യനോളം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. Try to do maximum MCQs and also please share this video to your friends. Take care. God bless you.